അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. ആതുര ശുശ്രൂഷ രംഗത്തെ നഴ്സുമാരുടെ സംഭാവനകളെ ഓർക്കുന്നതിനാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് മെയ് 12. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ആതുര ശുശ്രൂഷയുടെ സാമ്പത്തിക വശം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നഴ്സിംഗ് രംഗത്ത് നിക്ഷേപം നടത്തുന്നതിന്റെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ എടുത്തുകാട്ടുകയാണ് ലക്ഷ്യം. സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നഴ്സുമാരുടെ ജീവിത നിലവാരം ഉയർത്തി അവർക്ക് നന്ദി അറിയിക്കുക എന്നതും ഈ ദിവസത്തിന്റെ ലക്ഷ്യമാണ്. നമുക്കൊപ്പം 2 അതിഥികൾ ചേരുന്നുണ്ട്. പ്രൊഫസർ രേണു സൂസൻ തോമസ്, എറണാകുളം വെൽ കെയർ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പലും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഒപ്പം സാറാ ഉമ്മൻ, ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ടാണ് സാറാ ഉമ്മൻ. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നഴ്സസ് ദിന ആശംസകളും കൂടി നേരുകയാണ്. വലിയ സന്തോഷം രണ്ടുപേരെയും രാവിലെ തന്നെ കിട്ടിയതിൽ. അപ്പോൾ ആദ്യം ഞാൻ പ്രൊഫസർ രേണുവിലേക്ക് പോവുകയാണ്. പ്രൊഫസർ രേണു, ഈ നഴ്സസ് ദിനം ഏത് ദിനമായിക്കോട്ടെ, അതെടുക്കുമ്പോൾ എങ്ങനെ അത് ആചരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. എങ്കിലും നഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആമുഖത്തിൽ, ഈ പരിപാടിയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഒരു നഴ്സിന്റെ മുഖം അത് വളരെ കരുണയുള്ള, വളരെ സ്നേഹമുള്ള, കരുതലുള്ള ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്തായാലും ആശുപത്രിയിൽ പോകാത്ത ആളുകൾ ഉണ്ടാകില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഒരു നഴ്സിന്റെ നമ്മളോട് അറ്റാച്ച്മെന്റ് കാണിച്ച, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മളോടൊന്ന് മുഖം ചിരിച്ച് കാണിച്ച ഒരു നഴ്സിനെ നമുക്ക് ഓർമ്മ വരും. എന്താണ് ഈ നഴ്സസ് ദിനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? നഴ്സിംഗ് എന്നത് സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നമ്മളൊരു ആശുപത്രി സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ സന്ദർശന വേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ, നമ്മുടെ ഡിസ്ചാർജ് ആകുന്നിടം വരെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ, വളരെ കമ്പാഷനേറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടെ നമ്മളെ ശുശ്രൂഷിക്കുന്ന ആത്മസമർപ്പണമുള്ള അനേകായിരം നഴ്സുമാരെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും കാണുന്നു. ഈ നഴ്സസ് ദിനത്തിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹമായി നമ്മുടെ നഴ്സുമാരെ കരുതുന്നത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് നഴ്സുമാരുടെ പലായനം മറ്റു രാജ്യങ്ങളിലേക്ക്, അത് സാമൂഹിക സുരക്ഷയോ മറ്റു ജീവിത സൗകര്യങ്ങളോ ഒക്കെ കണക്കാക്കിയാകാം. എന്നിരുന്നാൽ കൂടെ നമ്മുടെ സമൂഹം, കേരളം, ഇന്ത്യ എന്താണ് നഴ്സുമാരെ ഏത് രീതിയിലാണ് കരുതുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ നഴ്സുമാർ നമുക്ക് തരുന്ന സേവനത്തിന് പകരമായി നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്രാവശ്യത്തെ നഴ്സസ് ദിനത്തിന്റെ തീം ഉള്ളത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് വിശദമായി സംസാരിക്കാം. ശ്രീമതി സാറാ ഉമ്മനിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ശ്രീമതി സാറാ ഉമ്മൻ, ഈ നേരത്തെ പ്രൊഫസർ രേണു പറഞ്ഞതുപോലെ നമുക്കൊരു ചിരി തരുന്നുണ്ട്, നമുക്കൊരാശ്വാസം തരുന്നുണ്ട് രോഗിക്ക്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ വേതനത്തിലടക്കം വലിയ സമരത്തിലൊക്കെ നഴ്സുമാരെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് നഴ്സുമാരുടെ സമരം എന്ന വാക്ക് അത് ഓർമ്മ വരും. അപ്പോൾ വേതനത്തിനായി സമരം ചെയ്യേണ്ട അവസ്ഥ, കൂടുതൽ സമയം നിൽക്കേണ്ട അവസ്ഥ, കുടുംബം, കുട്ടികൾ അതൊന്നും നോക്കാതെ അവിടെ തന്നെ ചെലവഴിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടില്ലേ? എന്താണ് ഇപ്പോ ഇത്രയും വർഷങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്നയാളെന്ന നിലയ്ക്ക് ഈ നഴ്സസ് ദിനത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ശമ്പളം വേണം, ജീവിക്കാൻ പൈസ വേണം. പക്ഷെ നഴ്സുമാർക്ക് പൈസ മാത്രമല്ല, അതിൽ കൂടുതൽ മനസ്സില്, ഹൃദയത്തില് ഒരു സന്തോഷമുണ്ട്. കാരണം ട്രെയിനിങ്ങിൽ കൂടെ തന്നെ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു വരുന്ന, നഴ്സിംഗ് ഒരു ബിസിനസ് അല്ല, ബട്ട് ഒരു സേവനമാണെന്ന്. പക്ഷെ സേവനം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ചവിട്ടി നേരെ പോകാനായിട്ടല്ല, അതനുസരിച്ചുള്ള വരുമാനവും വേണം, അതനുസരിച്ചുള്ള റെക്കഗ്നിഷനും വേണം. പക്ഷെ ഉള്ളില് ആ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു പേഷ്യന്റിനെ നോക്കി ഒരു പുതിയ ജീവൻ കയ്യിലോട്ട് വന്നു, ഒരു ലേഡി പ്രസവിക്കുമ്പം, ഒരാൾ മരിക്കുമ്പോൾ ആ കണ്ണൊന്ന് അടയ്ക്കാന്, അവസാനം ഒരു പ്രാർത്ഥന ചൊല്ലിയ ആളിനെ അയക്കാന്, അങ്ങനത്തെ ഒരു ഭാഗ്യം വേറെ ഒരു ആൾക്കും കിട്ടത്തില്ല. നഴ്സുമാരല്ലാതെ വേറെ ആർക്കും കിട്ടത്തില്ല. ആ ഒരു പുണ്യം എന്നൊരു കാര്യം നഴ്സിംഗിലുണ്ട്.
തീർച്ചയായിട്ടും പ്രൊഫസർ രേണു, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പക്ഷെ വൈകാരികമായിട്ടൊരു നേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും അനുഗ്രഹിക്കപ്പെട്ട, നമുക്ക് എന്താണ് നമ്മുടെ അസുഖമെന്ന് അറിയാത്തപ്പോൾ പോലും നമ്മളോട് വന്ന് കാര്യങ്ങൾ പറയുന്ന, സംസാരിക്കുന്ന, നമ്മളെ ആദ്യം ആശ്വസിപ്പിക്കുന്ന ആളൊരു നേഴ്സായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, വളരെ സന്തോഷമുള്ള അനുഭവം ഉണ്ടാകും, സങ്കടമുള്ള അനുഭവം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരിക്കും. പെട്ടെന്ന് ഒന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഞാൻ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്ന മേഖലയിലുള്ള ആളാണ്. ആ നിലയില് ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൈപിടിച്ച് ജീവിതത്തിന്റെ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസിന്റെ സൂപ്പർവിഷനിൽ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ വരുമ്പോൾ നമ്മൾ ബെഡ് സൈഡിൽ ഒരുപാട് രോഗികളുടെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ നമുക്കും ഒപ്പം ഈ ചെയ്യുന്ന സ്റ്റുഡന്റിനും ഈ ശുശ്രൂഷ ലഭിക്കുന്ന രോഗിക്കും ഒരുപോലെ വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ മുമ്പ് ജോലി ചെയ്ത പല സ്ഥാപനങ്ങളിലും നമ്മൾ കണ്ടുമുട്ടിയ രോഗികൾ വഴിയിൽ വെച്ചും അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ വേറെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ടീച്ചർ പണ്ട് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്തതല്ലേ, അന്ന് ടീച്ചറും കുട്ടികളും എനിക്ക് ഇന്ന കാര്യം ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അഭിനന്ദിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്നിരുന്നാൽ പോലും പല സാഹചര്യങ്ങളിലും നമ്മളെ ഇങ്ങനെയൊരു പൊതു സേവനം ചെയ്യുന്ന നിലയിൽ നമ്മളെ എടുത്തു പറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്, ഞാൻ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു മാതൃക രീതിയിൽ ഒരു രോഗിക്ക് കെയർ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും വലിയ പദവികൾ അലങ്കരിച്ച് നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയും അവിടെ പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ ചാരിതാർത്ഥ്യം തരുന്ന സംഭവങ്ങളാണ്. പ്രൊഫസർ രേണു, നമുക്കിപ്പോ സാധാരണക്കാരുടെ മുമ്പിൽ രണ്ട് തരം നഴ്സുമാരുണ്ട് കേട്ടോ. ഒന്ന് വളരെ ചിരിച്ചുകൊണ്ട്, വളരെ നമ്മളോട് നേരത്തെ എന്തോ മുൻപരിചയം ഉള്ളതുപോലെയൊക്കെ സംസാരിക്കുന്ന, ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ വളരെ കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റിവിട്ട് വേദന അറിയാതെ ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്ന ചില നഴ്സുമാർ. മറ്റു ചിലരുണ്ട്, അവർ വളരെ പ്രൊഫഷണൽ ആയിരിക്കും, പക്ഷെ ഈ ചിരിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പലതരം കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കുന്ന ആളാണല്ലോ. അപ്പൊ പലതരത്തിലുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ ഒരുമിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരാളല്ലേ താങ്കൾ. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, ഒരുപാട് ഇഷ്ടത്തോടെ വരുന്നവര്. മറ്റു ചിലർ ഈ ഒരു പ്രൊഫഷനായി കണ്ടുകൊണ്ട് പുറത്തേക്കൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്നവര്. അങ്ങനെ രണ്ട് തരക്കാരുണ്ടോ? ഏത് മേഖലയിലും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് അതിനൊരു അറിവ് വേണം, അത് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഒപ്പം ഈ പ്രവൃത്തി മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ ഭംഗിയായി ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ ഒരു നഴ്സിംഗ് ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഈ ആറ്റിറ്റ്യൂഡാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാന കാര്യം. ഇപ്പൊ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഞാനോ എന്റെ വിദ്യാർത്ഥിയും കൂടി ഒരു രോഗിക്ക് ഒരു സർവീസ് ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ആ രോഗിയുടെ വെൽഫെയർ, അല്ലെ ഈ വിദ്യാർത്ഥി എത്ര ഭംഗിയായിട്ട് ഈ ഭാഗം നല്ല രീതിയിൽ ട്രെയിൻഡ് ആകണം എന്നുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ സർവീസിനെ എക്സെപ്ഷണൽ ആക്കുന്നത്. അത് സാധാരണയിൽ ഉപരിയായിട്ട് ഏത് വ്യക്തിയും അതിനെ, പ്രൊഫഷണൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ് പറയുന്നത്, എല്ലാ രീതിയിലും പൂർണ്ണമായ കമ്പാഷൻ, കെയർ, ആറ്റിറ്റ്യൂഡ് വൈസ് തന്നെ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് ആയ ഒരു നഴ്സിംഗ് ആണ്. നല്ല അറിവ്, നല്ല കഴിവ്, ഒപ്പം അത് ഭംഗിയായി നിർവഹിക്കാനുള്ള മനോഭാവം, ഇതെല്ലാം ഉള്ള ഒരു നഴ്സിനെയാണ് നമ്മളൊരു നല്ല പ്രൊഫഷണൽ നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം സാമ്പത്തികം മാത്രമല്ല, ഇപ്പൊ പല നേഴ്സുമാരും ചിരിക്കാത്തതിന്റെ കാര്യം ചിലപ്പോൾ നമുക്കറിയാം, അവർ ഓവർ വർക്ക്ഡ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ചും ഗവൺമെന്റ് മേഖലയിൽ നമുക്കറിയാം
വളരെ ഓവർ ബേർഡൻഡ് ആണ് നഴ്സുമാർ. ഒരു വാർഡിൽ 10-80 രോഗികളെ നോക്കാൻ 1-2 നഴ്സുമാരായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആകുന്ന രോഗികളൊക്കെ വളരെയധികം അസുഖങ്ങളും അവർക്ക് ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസും മറ്റു മരുന്നുകളും ട്രീറ്റ്മെന്റുകളും വൂണ്ട് കെയർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട രോഗികളാകാം. അപ്പൊ ഓരോ രോഗിയുടെ അടുത്തും ഈ നേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഓരോ കാര്യം ചെയ്തു വരുമ്പോഴും അവർ ഓവർ വർക്ക്ഡ് ആകുന്നു. അവര് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ നമുക്കുള്ള നിലവിലുള്ള സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മുടെ എക്യുപ്മെന്റ്സ്, മറ്റ് സ്റ്റാഫിന്റെ പെരുമാറ്റം, ഡ്യൂട്ടി ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ നല്ലൊരു രീതിയിൽ ഈ സേവനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങനെ കഴിയുന്നില്ല. പിന്നെ നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫഷന് വേണ്ടി എക്സ്ട്രാ ചില കാര്യങ്ങൾ ചെയ്യാനും അതേസമയം ജോലി വെറും ഒരു ജോലിയായി കണക്കാക്കി ആ ഡ്യൂട്ടി ടൈമിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി എങ്ങനെയെങ്കിലും പോകണം എന്ന് ചിന്തിക്കുന്ന വിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ മനുഷ്യ സേവനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രംഗം എന്നുള്ള നിലയിൽ നഴ്സിംഗിൽ ഈ കാര്യം എടുത്തു കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീമതി സാറാമ്മൻ, നേരത്തെ താങ്കൾ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ ആദ്യമായിട്ട് എടുക്കുന്നതും അതിനെ വൃത്തിയാക്കുന്നതും ആ കാര്യങ്ങൾ, ആ അമ്മയുടെ സന്തോഷം അതൊക്കെ ആദ്യം കാണുന്ന ആളാണ് നഴ്സ്. അതുപോലെ തന്നെ ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ ആ കണ്ണടച്ചു വെക്കുന്നതും അയാൾക്കായി അവസാന പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ജീവിതത്തിൽ മറക്കാനാകാത്ത അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. താങ്കളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ പഠിച്ചത് CMC വെല്ലൂരില. അപ്പൊ അവിടാണ് ആദ്യമായിട്ട് ആ ലേബർ റൂമില് ഒരു ഡെലിവറി കാണുന്നത്. പഠിപ്പിച്ചു വരുന്ന ടീച്ചേഴ്സ് അതെല്ലാം പറഞ്ഞു തരും, പക്ഷെ കാണുന്നതും അനുഭവിക്കുന്നതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസാ. അപ്പൊ അതാ ഒരു കൊച്ചിനെ, ഒരു ന്യൂ ബോൺ കൊച്ചിനെ കയ്യിലൊന്ന് പിടിക്കുന്നത് തന്നെ വിറച്ചുകൊണ്ടായിരുന്നു ആദ്യമായിട്ട് പിടിച്ചത്. അതൊരു ശരിക്കും ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഞാൻ ഇനീഷ്യലി വർക്ക് ചെയ്തത് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും CMC-യിലായിരുന്നു. ഒരു ഓർത്തോപീഡിക് വാർഡിലായിരുന്നു. എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, നാഗരാജ്. മറക്കാൻ പറ്റാത്ത, കാരണം ആദ്യമായിട്ട് മരണം കണ്ടത് ഞാൻ അവിടെ ആയിരുന്നു. നാഗരാജ് എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് TB സ്പൈൻ ആയിരുന്നു. പക്ഷെ അത് സ്പ്രെഡ് ചെയ്ത് ലങ്സിലുമായി. ഒരു രാത്രിയിൽ 2 മണിക്ക് സഡൻലി ഏതാണ്ട് ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ സ്റ്റാഫ് ഓടി ചെല്ലുമ്പോഴത്തേക്ക് പേഷ്യന്റ് വായിന്ന് മൂക്കിന്നെല്ലാം രക്തം ഇറങ്ങി വരുമായിരുന്നു. സോ ഇറ്റ് വാസ് എ ബ്ലീഡ് ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു കാഴ്ച ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ള സാരി ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരുടെ വെള്ള സാരി മുഴുവൻ റെഡായി. കാരണം ആ മനുഷ്യനെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ നോക്കാനുള്ള ഇതില് അത് അവസാനം പിന്നെ ഞങ്ങൾ ആകെ ചെയ്യാൻ പറ്റിയിരുന്നത് ആ മനുഷ്യന്റെ കണ്ണടച്ച് അവിടെ ഒരു പ്രാർത്ഥന പറയാനേ പറ്റിയുള്ളായിരുന്നു. അതായിരുന്നു വേറൊരു 2 സൈഡിലും. ആൻഡ് ത്രൂ ഔട്ട് ലൈഫ് ആ ജനനം മരണം അതിന്റെ ഇടയിലുള്ള പല മനുഷ്യരെയും പല രീതിയിലും സേവിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അതെ, ശ്രീമതി സാറാമ്മൻ, നമ്മൾ ഈ എപ്പോഴും ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സെക്കൻഡ് ഹൗസ് എന്നാണ് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ വീടാണ് ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ 8-8.5 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ 8.5 മണിക്കൂറൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ ആ ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ അവിടെ കണ്ട കാര്യങ്ങൾ, നമ്മുടെ ബേർഡൻ എല്ലാം അവിടെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഈ ജോലിയുടെ പേരിൽ, നഴ്സ് ആയതിന്റെ പേരിൽ മിസ് ചെയ്ത ചില ജീവിത അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ജീവിതത്തിലെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് പോകാൻ സമയത്തിന് ഇറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്. കാരണം വീട്ടിലെ ആൾക്കാർ നോക്കിയിരിക്കും, ഇവിടെ ജോലി. ഞാൻ വരാം, ഞാൻ സാറാമ്മൻ, എനിക്ക് ആ വാക്കുകൾ കേൾക്കണം. പ്രൊഫസർ രേണുവിലേക്ക് ഞാൻ പോവാണ്. പ്രൊഫസർ രേണു, ഈ പറഞ്ഞതുപോലെ നേരത്തെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു ഒഴുക്ക്, ഇവിടെ നിന്നുള്ള നഴ്സുമാരുടെ ഒഴുക്ക് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. അതിന് തക്കതായ കാരണങ്ങളും അവർ പറയാറുണ്ട്. ശ്രീമതി സാറാമ്മൻ, ഞാൻ താങ്കളിലേക്ക് വരാം കേട്ടോ. എനിക്കത് കേൾക്കണം, ആ അനുഭവം കേൾക്കണം. ഇടയ്ക്ക് ചെറിയ സാങ്കേതിക തകരാറുണ്ട്. പ്രൊഫസർ രേണു, അങ്ങനെ ഒരു ഒഴുക്കുണ്ടാകുന്നു, ആ ഒഴുക്കിനെ നമ്മളൊരു ആശങ്കയോടെ കാണേണ്ട സാഹചര്യമുണ്ടോ? പലരും ഇവിടെ നിന്ന് പോയിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവുന്നുണ്ട്. നമ്മുടെ മലയാളി നഴ്സുമാരെ ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? എന്താണ് മലയാളി നഴ്സുമാരുടെ പ്രത്യേകത?
മലയാളി നഴ്സുമാരെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. ഞാനൊരു നഴ്സിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് റിക്രൂട്ടേഴ്സ് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്, ഇന്ത്യയിലും വിദേശത്തും. ഈയിടെ UK എന്നുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നു. അവർക്ക് വേണ്ടത് മലയാളികളായ കേരളൈറ്റ്സ് ആയിട്ടുള്ള നേഴ്സസിനെയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് കേരളത്തിന് എന്തോ ഒരു കെയറിന്റെ, ഒരു ശുശ്രൂഷയുടെ സംസ്കാരം, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന എന്തോ ഒരു പ്രത്യേകത മലയാളികളിൽ ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേഴ്സിംഗില് ഒരുപാട് മലയാളി യുവാക്കളും യുവതികളും ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവരുടെ ഒഴുക്ക് ഇത്രയേറെ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു സാമൂഹിക സുരക്ഷ, മറ്റ് നഴ്സസിന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അവരുടെ ലീവുകൾ, ശമ്പളം മാത്രമല്ല, ശമ്പളത്തിലുപരി മറ്റ് ഒരുപാട് കെയർ, ഒരുപാട് കൺസേൺ ആ സൊസൈറ്റികളൊക്കെ, ആ മോഡേൺ കോൺസെപ്റ്റ്സ് അവരുടെ ഹെൽത്ത് കെയറിൽ കൊണ്ടുവന്നിരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് നഴ്സുമാരെ, അവരുടെ ജീവിത സുരക്ഷയെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നഴ്സുമാർ ഇവിടുന്ന് വെളിയിലേക്ക് പോകാനുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫസർ, ഇവിടെ നമുക്കും വേണ്ടേ മലയാളി നഴ്സുമാരുടെ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾ മലയാളികൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ഈ ഒരു ശതമാനം ഏകദേശം താങ്കൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു കണക്ക് ആശങ്കപ്പെടുത്തുന്നതാണോ? ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥ എടുക്കാം. കേരളത്തില് ഒരു ഡിപ്ലോമ, 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു നഴ്സിന് ആദ്യത്തെ ഒരു വർഷം ഒരു ട്രെയിനി ആയിട്ട്, നേഴ്സ് ട്രെയിനി എന്നുള്ള നിലയിൽ ജോലി ചെയ്യാം. ആ അവസരത്തിൽ അവരുടെ ശമ്പളം 12,000 to 15,000 അതിനകത്തുള്ള ഒരു തുകയാണ്. നമ്മൾക്കറിയാം, ഒരു സമൂഹത്തിലെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഒക്കെ ആ ഒരു സാഹചര്യത്തിലുള്ള അനേകം കുട്ടികൾ അവരുടെ ജീവിതം ഒരു മറ്റൊരു ലെവലിലെ, ഒരു ബെറ്റർ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അനേകം പേര് ലോൺ എടുത്തും മറ്റ് രീതിയിലൊക്കെ നഴ്സിംഗിന് വരുന്നുണ്ട്. അപ്പോ അവരുടെ ആ ഫീസ് അല്ലെ അവരെടുത്ത ലോൺ തുക എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുക എന്നൊരു ബാധ്യസ്ഥത അവർക്കുണ്ടല്ലോ. അപ്പോ ഈ സാഹചര്യത്തിലാണ് നമുക്ക് നല്ല ശമ്പളം കൊടുക്കാവുന്ന, കേരളത്തിന് വെളിയിൽ നല്ല ശമ്പളം ലഭിക്കുന്ന 28,000 30,000 രൂപ വരെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ പകുതി ശമ്പളത്തിനാണ് കേരളത്തിൽ നഴ്സുമാരെ നമ്മൾ ജോലിക്ക് എടുക്കുന്നത്. അപ്പോ ന്യായമായും ആര് തന്നെയാണെങ്കിലും, ആരുടെ ഏത് പ്രൊഫഷണലിന്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയാലോ കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ കുട്ടികളെ ഭാവിയിൽ ഇവിടെ നമുക്ക് ഉതകുന്ന രീതിയിൽ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ആ മേഖലയിൽ ഈ പ്രാവശ്യത്തെ നേഴ്സസ് തീം പറയുന്നത് പോലെ തന്നെ ഭാവിയിലേക്കുള്ള കെയറിന് വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്, അതിനുള്ള കരുതൽ നമ്മൾ ഇപ്പൊ തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഈ ഒഴുക്ക് കൂടുതലാകുകയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഇപ്പോ നിലവിൽ ഇപ്പോ 6 മാസം മുതൽ 1 വർഷം, ഇവർ പാസ്സായി 6 മാസം മുതൽ 1 വർഷത്തിനകം ഇവര് ഒന്നുകിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സാറാ മാഡം, വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ സാറാ മാഡത്തിലേക്ക് കൂടി പോകണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിൽ നഷ്ടമായ നിമിഷങ്ങളെ കുറിച്ചാണ്. അത് പ്രൊഫഷണലി അല്ല, ഫാമിലി പരമായി പേഴ്സണലി നഷ്ടമായ നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ. അങ്ങനെ ഒരു, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം അത് നഷ്ടമെന്ന് എനിക്ക് പറയാൻ പാടാ. കാരണം എല്ലാവർക്കും മനസ്സിലാവും, ഒരിടത്ത് പോകാൻ പറഞ്ഞു വന്നില്ല, ഡ്യൂട്ടിയുടെ കാരണം കൊണ്ടാന്നറിയുമ്പം അത് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ ഒരു അതുകൊണ്ട് നഷ്ടമായെന്ന് എനിക്ക് പറയാനുള്ള 100% ഞാൻ പറയത്തില്ല അത് നഷ്ടമാണെന്ന്. ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് കൂടി പറയാമോ? നമുക്കൊരു പിന്തുണ വേണമല്ലോ, എവിടെന്നെങ്കിലും ഒക്കെ നമുക്കൊരു ഊർജം കിട്ടണമല്ലോ, ഒരു പോസിറ്റിവിറ്റി കിട്ടണമല്ലോ. അപ്പൊ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഊർജം മേലേന്ന ദൈവത്തിന്റെ ഊർജം, ദൈവത്തിന്റെ ശക്തി അല്ലാതെ വേറൊന്നുമില്ല. ഈ സൂപ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. പ്രത്യേകിച്ച് താഴെയുള്ള നഴ്സുമാരൊക്കെ എങ്ങനെയാണ്? അവരുമായിട്ടൊക്കെ ഇപ്പോ സൗഹൃദമാണോ അതോ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണോ? രണ്ടും ഉണ്ട്. ഞാൻ എപ്പോഴും
പറയും 5 വിരല് നമ്മുടെ ഒരുപോലല്ല. ആ അതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയാ. ആ സോ കമ്പാഷനറ്റ് ആയിട്ട് യെസ്, അണ്ടർലൈങ് എപ്പോഴും കമ്പാഷൻ ഉണ്ട്. പക്ഷെ ഓരോരുത്തരെ കരുതുന്നത് ഓരോ രീതിയില്ല. ആ ചിലരോട് നല്ലതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ചിലരോട് ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാല് മനസ്സിലാവും, ചിലരോട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ ചെയ്താലേ പറ്റൂ. ഉം. പക്ഷെ അതിലെല്ലാം എപ്പോഴും ഞാൻ പഠിച്ചേക്കുന്ന ഒരു കാര്യം, എന്ത് ചെയ്താലും അവരെ അതിന്റെ പോസിറ്റീവ് സൈഡ് കാണിക്കാനായിട്ട്. ഉം. സോ ഒരാളെ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെങ്കിലും ഞാൻ വിളിച്ച് സംസാരിച്ച് ഇതാണ് റീസൺ, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തുവാ, അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും ഞാൻ. ഉം. ഈ തെറ്റ് കാണിച്ചുകൊണ്ട് ഇങ്ങനൊരു ആക്ഷൻ എടുക്കേണ്ടി വന്നു. ഉം. സോ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്ത് ഗോ അഹെഡ്. ഓക്കെ. ഇനിയും ചെയ്യാതിരിക്കുന്ന രീതിയിൽ, ബട്ട് ടേക്ക് ദ ഡിസിപ്ലിനറി ആക്ഷൻ ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്തോ അങ്ങനെ എന്നെയും പഠിപ്പിച്ചേക്കുന്ന, ഞാനും വളർന്നേക്കുന്ന അങ്ങനെ. അതുകൊണ്ട് ആ ഒരു ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് സൈഡ് നോക്കാനായിട്ട് ഞാൻ എപ്പോഴും പിള്ളേരെ അങ്ങനെ നോക്കാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ മറ്റൊരു നാട്ടിലാണല്ലോ, അപ്പൊ നമ്മുടെ നാട്ടില് എവിടെയാണ് സ്ഥലം, എവിടെയാണ്, കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്റെ വീട് കവിയൂര്, തിരുവല്ലയില. ആ പക്ഷെ ഞാന് 12th വരെ നാട്ടിലാ പഠിച്ചത്. സ്കൂളിംഗ് നിക്കോൾസൺ സ്കൂളിൽ ചെയ്തു, പിന്നെ UC കോളേജ് ആൽവയിൽ +2 ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാന് BSc നഴ്സിംഗിന് CMC വെല്ലൂരിൽ പോയി. അവിടെ ഞാൻ കുറച്ച് വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. കുമ്മനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ഒരു വർഷം വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് MSc കിട്ടിയപ്പം തിരിച്ച് ഞാൻ ഇവിടെ സെന്റ് ജോൺസ് ബാംഗ്ലൂരിലാണ് വന്നത്. കുറച്ച് ഇവിടെ MSc കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഞാൻ TMM കോളേജ് ഓഫ് നഴ്സിംഗ് ജോയിൻ ചെയ്തായിരുന്നു. അവിടെ ഒരു 5 വർഷം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അപ്പോഴത്തേക്ക് കല്യാണമായി. പിന്നെ ഫാമിലി വാസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. ഞാൻ CMC വിടുമ്പോഴും ഫാമിലി റീസൺസും കൊണ്ടായിരുന്നു. ഞാൻ അന്നേരം മാരിഡ് അല്ലായിരുന്നു, പക്ഷെ ഫാമിലി വാസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. അങ്ങനെയായിരുന്നു ഞാൻ CMC നിന്നും വിട്ടത്. പിന്നെ ഞാൻ പൂനെയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് ഫാമിലി, ഹസ്ബൻഡിന്റെ കൂടെ. ഹസ്ബൻഡ് ബാംഗ്ലൂരിലോട്ട് മാറിയപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂരിലോട്ട് വന്നു. ഓക്കെ. പ്രൊഫസർ രേണു, താങ്കളോട് കൂടി ഞാൻ ചോദിക്കുകയാണ്, നമ്മളെപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പേഴ്സണൽ ഒരുപാട് അകത്തേക്ക് കടന്നു പോകുന്നില്ലെങ്കിലും അറിയാൻ താല്പര്യമുണ്ട്. എവിടത്തുകാരിയാണ്, എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കല്യാണം കഴിച്ചത് കോട്ടയം മീനടം. എന്റെ ഭർത്താവും ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കേരളത്തിലെ പ്രശസ്തമായ ഒരുപാട് ആശുപത്രികളിൽ പല ആശുപത്രികളും സ്ഥാപിക്കുന്നതിൽ അതിന്റെ ഡെവലപ്മെന്റിനും വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം നിലവിൽ ഈയിടെ ദുബായിലാണ് ഇപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലിയിലാണ്. രണ്ടാമത്തെ ആള് ഹോട്ടൽ മാനേജ്മെന്റിന് മണിപ്പാലിൽ പഠിക്കുന്നു. ഇളയാള് 12th സ്റ്റാൻഡേർഡ്. ഞാൻ BSc പ്രീ ഡിഗ്രി വരെ പഠിച്ചത് പെരുമ്പാവൂർ തന്നെയാണ്. BSc നഴ്സിംഗ് ബാംഗ്ലൂർ ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. അതിനുശേഷം MSc മണിപ്പാൽ യൂണിവേഴ്സിറ്റി കർണാടക. പിന്നെ 2002 മുതൽ കേരളത്തിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ പല പോസ്റ്റുകളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് സ്ഥാപിക്കുന്നത് മുതൽ അതിന്റെ ഡെവലപ്മെന്റിലൊക്കെ നിന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 വർഷം ബാംഗ്ലൂര് വർക്ക് ചെയ്തു. പിന്നീട് തിരിച്ച് നാട്ടിൽ വന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജിൽ 8 വർഷം വർക്ക് ചെയ്തു. പിന്നീട് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമായ സിമെറ്റ് എന്ന് പറയുന്ന നഴ്സിംഗ് കോളേജിൽ ഒരു 2.5 വർഷം. പിന്നീട് വയനാട് DM വിംസ് മെഡിക്കൽ കോളേജിന്റെ നഴ്സിംഗ് കോളേജിൽ 1 വർഷം വർക്ക് ചെയ്തു. പിന്നീട് കോഴിക്കോട് PVS, ഇപ്പോൾ നിലവിൽ എറണാകുളം വെൽകെയർ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലായിട്ടും, ഒപ്പം നഴ്സുമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ 2014 മുതൽ ട്രഷററായിട്ടും ഇപ്പൊ ഈ വർഷം പ്രസിഡന്റായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നഴ്സുമാരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാനാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയോടും നഴ്സസിനോടുള്ള അതീവ പരിഗണനയോടും കൂടെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് TNAയിൽ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാനാകുന്നത്, ഇപ്പൊ നഴ്സിംഗിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പുതിയ നഴ്സുമാരെ നല്ല മിടുക്കരായിട്ട് വാർത്തെടുക്കാനായിട്ടുള്ള ഒരുപാട് കഴിവും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്.
ശരി, എന്തായാലും വലിയ സന്തോഷം, അഭിമാനം ഈ ദിവസത്തിൽ നിങ്ങളെ രണ്ടുപേരെയും കിട്ടിയതിൽ. രാവിലെ തന്നെ നമ്മൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. വലിയ സന്തോഷം, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മൾ